മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ജന്മദിനം ആഘോഷിച്ചതിനെക്കുറിച്ചും അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ശബരിമലയിൽ ദർശനം നടത്തിയതിനെക്കുറിച്ചുമെല്ലാം വാർത്തകളും വീഡിയോകളും അതുപോലെ പത്രമാധ്യമങ്ങളിലെ കമൻറ്റുകളുമെല്ലാം വായിക്കാനുള്ള ഭാഗ്യമുണ്ടായി. കേരള ജനതയെ ഇത്രയുമധികം സ്വാധീനിച്ചൊരു വ്യക്തി, ലാളിത്യത്തിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്നൊരു വ്യക്തി, എല്ലാം ജഗദീശ്വരൻ്റെയും ഗുരുക്കന്മാരുടെയും ഋഷിമാരുടെയും അനുഗ്രഹം കൊണ്ടാണ് സാധിച്ചതെന്ന് നിരന്തരം പറയുന്ന വ്യക്തി, സ്വന്തം മക്കളെ ഭാരതീയ ആചാരപ്രകാരം ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യത്തിൽ കാർമ്മികത്വത്തിൽ വിവാഹം നടത്തിക്കൊടുത്ത വ്യക്തി, അതുപോലെ ആരാധ്യനായ SP ബാലസുബ്രഹ്മണ്യവും കുടുംബവും യേശുദാസിനെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പാദപൂജ നടത്തുമ്പോൾ ഒരു ഋഷി തുല്യരായ വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന പാദപൂജ സംഗീതമണ്ഡലത്തിലെ മഹർഷിയും അവതാരവുമായി മാറിയ ആ യേശുദാസിനെ പാദപൂജ നടത്താൻ, വിധിപ്രകാരം പാദപൂജ നടത്താൻ മുമ്പോട്ട് വന്ന ലാളിത്യത്തിൻ്റെ തന്നെ പ്രതീകമായ ശ്രീ SP ബാലസുബ്രഹ്മണ്യം ഇതെല്ലാം ഒരുമിച്ച് കണ്ടു. വാർദ്ധക്യത്തിൻ്റെ ഈ അവസ്ഥയിലും യേശുദാസ് ശബരിമലയിൽ ചെന്ന് തൊഴുത് ഹരിവരാസനം ആലപിച്ച് തൻ്റെ ശബ്ദമാണ് ലോകത്തെവിടെയുമുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ കേൾക്കുന്നത് എന്ന് ആത്മാഭിമാനത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴും അതിനുശേഷവും തൻ്റെ ശബ്ദമായിരിക്കും മുഴങ്ങുന്നത് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാവുന്ന ആ പൈതൃകത്തിൻ്റെ പ്രവാഹത്തിൻ്റെ ഉടമയായ ഗാനഗന്ധർവൻ തൻ്റെ ജന്മദിനം മുഴുവനും ചിലവഴിച്ചത് ശ്രീ മൂകാംബികാ ക്ഷേത്രത്തിൽ ആണെന്ന വാർത്ത വായിച്ചു. ജീവിതത്തിൽ എത്രയോ തിരക്ക് ഉള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ യേശുദാസിൻ്റെ ലെവലിൽ തിരക്കുണ്ടെന്ന് അഭിനയിക്കാൻ എല്ലാവിധത്തിലുള്ള അവസരങ്ങളുമുള്ളൊരു വ്യക്തി, തിരക്കുണ്ടാവാൻ സാധ്യതയുള്ളൊരു വ്യക്തി, തൻ്റെ ജന്മദിനം പൂർണ്ണമായിട്ടും മൂകാംബികാ ക്ഷേത്രത്തിൽ ചെലവഴിക്കാൻ സാധിക്കുക, ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ കുറേ അധികം കാര്യങ്ങൾ ഇപ്പോൾ കാണുന്നത് വളരെ 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 ആൾക്കാർ ഉയരുമ്പോൾ അവരെല്ലാം കുറെ കൂടി ലാളിത്യത്തിലേക്ക് പോകുന്നു, കുറെ കൂടി ആത്മീയതയിലേക്ക് പോകുന്നു, വളരെ വളരെ സാധാരണ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു. അതേപോലെ കേട്ട ഏറ്റവും ധന്യമായിട്ടുള്ള മറ്റൊരു വാർത്തയാണ് ഇപ്രകാശം ഹരിവരാസനം പുരസ്കാരം ഗംഗൈ അമരനാണ് കൊടുത്തത് എന്ന് തമിഴ്നാട്ടിലും ദക്ഷിണേന്ത്യയിലുമെല്ലാം ശരിക്കും വിരിഞ്ഞു നിൽക്കുന്ന, സുഗന്ധം പരത്തുന്ന ധന്യനായ, ലാളിത്യത്തിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന, TV-യിൽ റിയാലിറ്റി ഷോയിൽ സംഗീതവുമായി ബന്ധപ്പെട്ട പല പല മത്സരങ്ങൾ നടക്കുമ്പോൾ ആ മത്സരങ്ങളിൽ ചെറിയ ചെറിയ കുട്ടികൾ പാട്ട് പാടുമ്പോൾ
അതിൻ്റെ കുറവുകളും പരിമിതികളും ഒന്നും നോക്കാതെ നന്മകൾ മാത്രം നോക്കി ആവേശഭരിതമായിട്ട് ചെറിയ കുട്ടികളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു വന്ന് എന്നല്ല, ഉയർന്നു വന്ന് ആ കുട്ടികളെ വാരി പുണർന്ന് തലയ്ക്ക് കൈവച്ച് അഭിനന്ദിക്കുക. എത്രയോ ധന്യമായ രീതിയിൽ പാട്ട് പാടുന്നവരെ, പാട്ട് പാടാൻ ശ്രമിക്കുന്നവരെ, പാട്ട് പാടുന്ന സമയത്ത് കുറവുകൾ ഉണ്ടെങ്കിലും അതെല്ലാം സൂചിപ്പിക്കുക പോലും ചെയ്യാതെ നന്മകൾ മാത്രം കണ്ടെത്താനുള്ള ഒരു ലെവലിലേക്ക് സംഗീതത്തിലെ യേശുദാസും എസ് പി ബാലസുബ്രഹ്മണ്യവും അതുമായി നേരിട്ട് ബന്ധപ്പെട്ട ദക്ഷിണാമൂർത്തിയും ജയചന്ദ്രനും ഇപ്പോൾ നമുക്ക് പരിചയമായി കൊണ്ടുവരുന്ന ശ്രീ ഗംഗയ്യമരനുമെല്ലാം ശ്രീകുമാരൻ തമ്പിയുമെല്ലാം അവര് ലാളിത്യത്തിന്റെ മൂർത്തിമത് ഭാവമായി മാറുന്നു, സമൂഹത്തിന്റെ അംഗീകാരത്തിന്റെ മൂർത്തിമത് ഭാവമാകുന്നു. ഒരു കോൺട്രാവേഴ്സി ഇല്ലാതെ ശരിക്ക് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഒരു വരി പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. ഈ കമൽ എന്ന സിനിമാ മണ്ഡലത്തിലെ വളരെ ഉജ്ജ്വലനായ വ്യക്തി ആവശ്യമില്ലാതെ ശ്രീ നരേന്ദ്രമോദിയെ നരാധമൻ എന്നെല്ലാം വിളിച്ചതിനെതിരെ പ്രതികരിക്കാനുള്ള ധന്യമായ ചങ്കൂറ്റവും കാണിച്ചു. അദ്ദേഹവും ഉയർന്നു നിൽക്കുന്നു. വിപ്രാഹ സന്തു നിർഭയ, അറിവുള്ളവര് നിർഭയരായിട്ട് കാര്യങ്ങൾ പറയണം. അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് മാത്രമല്ല, രണ്ടു വശത്തുള്ളവർക്കുമുണ്ട്. സഹിഷ്ണുത രണ്ടു വശത്തുള്ളവർക്ക് ഉണ്ടാവണം. ഒരു വശത്തേക്ക് മാത്രം അസഹിഷ്ണുത എന്ന് വിരൽ ചൂണ്ടുകയും ഇപ്പുറത്ത് അസഹിഷ്ണുതയുടെ മൂർത്തിമത് ഭാവമാവുകയും അഭിപ്രായ സ്വാതന്ത്ര്യം ചിലർക്ക് മാത്രമേ പാടുള്ളൂ, മറ്റുള്ളവർക്ക് അത് പാടില്ല എന്ന രീതിയിൽ കമന്റ് പറയുകയും എല്ലാം ചെയ്യുന്നവർക്കെതിരെയും ആവശ്യത്തിന് പ്രതികരിക്കാൻ പാകത്തിന് കൈതപ്പുറത്തെ പോലെയുള്ളവര് മുമ്പോട്ട് വരിക. ശരിക്കും അവാർഡുകൾ കാര്യമായിട്ടൊന്നും ലഭിക്കാതിരുന്ന ശ്രീകുമാരൻ തമ്പി സാറിന് ഈ അടുത്ത കാലത്ത് ധാരാളം അംഗീകാരം ലഭിക്കുന്നു. പത്രമാധ്യമങ്ങളിൽ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. ഹരിവാസനം അവാർഡ് കിട്ടിയ ഗംഗയ്യമരനെ കേരളത്തിന് ചെയ്യാവുന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സംഭാവന, യുവാക്കൾക്ക് ധന്യമായ രീതിയിൽ മാതൃകയാവുന്ന വിധത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യമായാലും നമ്മുടെ യേശുദാസ് ദാസേട്ടനായാലും എല്ലാവിധത്തിലുള്ള സംഗീത കലാകാരന്മാർ, അല്ലാത്തവരിൽ വ്യത്യാസം ഉണ്ടാവും, അവരെല്ലാം ധന്യമായിട്ട് മുമ്പോട്ട് വരുന്നു. അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരാധ്യനായ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നു. പണ്ടൊക്കെ ധാർഷ്ട്യത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മുടിചൂടാ മന്നന്മാരായിരിക്കാൻ യോഗ്യത ഉണ്ടായതുകൊണ്ട് തന്നെയായിരിക്കാം അങ്ങനെ പരിലസിച്ചിരുന്നവരെല്ലാം ഇന്ന് ഡൗൺ ടു എർത്തായി വന്ന് മനുഷ്യ മനസ്സുകളിൽ നിറയുന്നൊരു കാഴ്ച. എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും ഏതെല്ലാം തരത്തിലുള്ള കഴിവുള്ളവർക്കും എല്ലാവർക്കും അത് ധന്യമായ ഒരു അനുഭവമായി തീരട്ടെ, ഒരു മാതൃകയായി തീരട്ടെ. നമുക്കെല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ ഉള്ള നമുക്കെല്ലാവർക്കും ഏറ്റവും ഉയരത്തിൽ അപ് ടു ദ സ്കൈയിൽ നിൽക്കുമ്പോഴും ഡൗൺ ടു ദി എർത്ത് വരാൻ സന്മനസ് കാണിക്കുന്നവര് ഇന്നത്തെ തലമുറയ്ക്ക് മറ്റൊരു മാതൃകയും മുമ്പിൽ പറയാനില്ല എന്ന് പറയുന്നവരോട് ഈ മാതൃകകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിലെ കൃഷ്ണൻ അർജുനനോട് പറയുന്ന വരിയുണ്ട്, യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന സയത് പ്രമാണം ഗുരുതി ലോകസ്ഥതനുവർത്തതി. ശ്രേഷ്ഠന്മാരായ വ്യക്തികൾ എങ്ങനെയാണോ ആചരിക്കുന്നത്, ലോക ജനത അത് ഫോളോ ചെയ്യുന്നു. ശ്രേഷ്ഠന്മാർ ഏത് പ്രമാണമാണോ ഉണ്ടാക്കുന്നത്
അത് ജനങ്ങൾ പ്രമാണമായിട്ട് സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാം യേശുദാസിനെ പോലെയുള്ളവരും SP ബാലസുബ്രഹ്മണ്യത്തെ പോലെയുള്ളവരും ഗംഗൈ അമരനെ പോലെയുള്ളവരും ജയചന്ദ്രനെ പോലെയുള്ളവരും ശ്രീകുമാരൻ തമ്പിയെ പോലെയുള്ളവരും ബുദ്ധിജീവികളുടെയോ അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരുടെയോ ഒക്കെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെല്ലാം ഇന്ന് മാതൃകയായിട്ട് നമുക്കെടുക്കാൻ സാധിക്കട്ടെ. യേശുദാസിന് ദാസേട്ടന് അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനം കഴിഞ്ഞിട്ട് 2-3 ദിവസമായി എങ്കിലും പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയും ആയുസ്സോടുകൂടിയും കുറേ കാലം നിലനിൽക്കാൻ ഇനിയും മറ്റുള്ളവർക്ക് ആവേശം പകരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗംഗൈ അമരന് ഹരിവരാസനം അവാർഡ് കിട്ടിയതിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സംതൃപ്തിയും അഭിനന്ദനവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് അറിയിക്കുന്നു. അതുപോലെ ശ്രീകുമാരൻ തമ്പി എന്ന വ്യക്തി ഒരു പ്രതിഭാസം പോലെ, ഒരു പ്രസ്ഥാനം പോലെ ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഇവരൊന്നും വലിയ കോൺട്രാവേഴ്സി ഒന്നും ഇല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ പാർട്ടികളുടെയോ നാക്കോ മൈക്കോ ആവാതെ അവർ ധന്യമായിട്ട് അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നിലനിർത്തുന്നു. സത്യം വിളിച്ചു പറയാൻ സാധിക്കുന്ന യോഗ്യതയുള്ള വ്യക്തികളായി തീരുന്നു എന്നുള്ളത് കാണുമ്പോൾ സംതൃപ്തിയുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. പ്രണാമം, നമസ്കാരം.